ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ലഞ്ചിന് സിമ്പിളായിട്ടുള്ളൊരു ചേനക്കറിയായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്നും അരക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചേനക്കറിയാണിട്ടത്. അപ്പോൾ ഇതാ ചേനൻ്റെ കഷ്ണത വലിയ പീസാക്കിയതിന് ശേഷം പിന്നെ ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേനൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വെള്ളത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തേക്ക് കട്ട് ചെയ്തെടുത്തപ്പോൾ പിന്നെ എനിക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചേനയൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാനിത് ഈ ഒരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മൺചട്ടിയിൽ കറി റെഡിയാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് വിറകടുപ്പിലുമാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേന വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറി വെറും പച്ചമുളക് ചേർത്തിട്ട് റെഡിയാക്കി എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിത് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളി ചേർത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതാ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ കറിക്ക് ചെറിയൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതാ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കാതെ വെറും പച്ചമുളക് ഇട്ട് ഉണ്ടാക്കിയാൽ ഈ കറി ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഇതാ വിറകടുപ്പിൽ ഇതാ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കറിയൊക്കെ അടുപ്പത്തിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ വേഗത മീനൊക്കെ നന്നാക്കി എടുത്തുന്നു കേട്ടോ. അപ്പം നമുക്ക് മീനിതാ അയില മീനിൻ്റെ ചെറിയ കുട്ടികളില്ല, അതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി മീനിക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ചെറിയുള്ളി അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മീൻക്ക് ആവശ്യമായിട്ട് ഞാൻ 4 ചെറിയുള്ളിയും പിന്നെ ഇതാ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ ഒരു കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ ചതക്കൽ ഈ ഒരു കല്ലിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ കല്ലിലിട്ടിട്ട് ഇങ്ങനെ കുത്തിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ചതച്ചെടുത്താണ് കേട്ടോ. അപ്പം നമുക്ക് മീനൊന്ന് കായം തേച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫിഷ് ഫ്രൈ ഇതാ അത്യാവശ്യം നല്ല ചൊടിയിൽ തന്നെ ഉണ്ട് ഞാൻ പൊരിച്ചെടുക്കുന്നത്.
നമ്മൾ മീൻമത നല്ല രീതിയിൽ തന്നെ ഇതാ കായൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിയിൽ ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു പുതിയൊരു ചട്ടിയിലാണ് കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് എടുക്കലില്ല കേട്ടോ, എടുത്ത് വെച്ചതേ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇതിൽ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ചട്ടിയിൽ മീൻ പൊരിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 2 ട്രിപ്പൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പം അങ്ങനെ മീൻ ഇത് അവിടെ ചെറുതീയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ മീനിൻ്റെ ഒരു ഭാഗം വേവായപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കുറേ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഉള്ള കൂട്ടാൻ നല്ല ചൊടിയിലും നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാനായിട്ട് പറ്റൂലേ. അല്ലാതെ നമ്മൾ കുറേ കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് ഒന്നൊരു ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഇഷ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതാ ഏകദേശമൊക്കെ വേവായിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് ഓഫാക്കി വെച്ചിട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മീൻ ഇവിടെ റെഡി ആയിട്ടോ. അപ്പം അങ്ങനെ മീൻ പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞപ്പത്തിന് ഇതാ നമ്മളെ ചേനയൊക്കെ ഇവിടെ വേവായിക്കും കേട്ടോ. അപ്പം ഞാനിതിലേക്ക് തേങ്ങ ഒന്നും അരച്ചെടുക്കണില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ചേനത ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചേന കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗത കറി ഒന്ന് വറവിട്ടെടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിക്ക് ഉലുവയും പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചേനക്കറി ഒന്ന് കടുക് വറുത്തെടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കറി ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകിയ ഒരു കറി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് പുളി ചേർത്തിട്ടും തക്കാളി ചേർത്തിട്ടും ഇനി പുളി ഇല്ലാതെയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. പിന്നെ ഞാനിത് ഈ ഒരു അടുപ്പത്ത് തന്നെ വേഗം പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ പപ്പടം പൊരിച്ചതൊക്കെ അതിൻ്റെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറി നല്ല രീതിയിൽ ഇങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്നും അരച്ചിട്ടില്ലെങ്കിലും ആ ഒരു തേങ്ങ അരക്കാത്ത ആ ഒരു ഇതൊന്നും ഈ ഒരു കറി കണ്ടാൽ തോന്നില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കുറുകി നല്ല അടിപൊളി കറിയാണ് കേട്ടോ.
ഞാനിതാ മിഷുവിന് ചോറ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളടുത്ത് ചില സമയത്ത് എല്ലാ സാധനങ്ങളൊന്നും കുക്ക് ചെയ്യാൻ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലേ. അപ്പം നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല ചൊടിയിൽ റെഡിയാക്കി എടുത്താൽ നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ലഞ്ച് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കറിയാണെങ്കിലും നല്ലൊരു ചൊടി ഉണ്ടായിന് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ നല്ല ചൊടിയിൽ റെഡിയാക്കി എടുത്താൽ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മളെ ചേനക്കറി, പിന്നെ അതാ നമ്മളെ ചൊടിയിൽ പൊരിച്ച മീനും, പിന്നെ പപ്പടം, പിന്നെ നല്ല അടിപൊളി നാരങ്ങാച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അടിപൊളിയാണ്. അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.